പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. യേശു നിങ്ങളെ അനുഗ്രഹിച്ച് സന്തോഷിപ്പിക്കുന്ന ദൈവമാണ്. ഇന്ന് നിങ്ങൾ ആശീർവദിക്കപ്പെടാൻ പോവുകയാണ്. എങ്ങനെയുള്ള അനുഗ്രഹമാണെന്നറിയാമോ? നിറഞ്ഞു കവിയുന്ന അനുഗ്രഹം, തൃപ്തികരമായ ആശീർവാദം. ദൈവം അതാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. 103-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ, നിന്റെ വായ്ക്ക് അവൻ നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. അതായത് തൃപ്തികരമായ ഒരു അനുഗ്രഹം, അപൂർണമായ അനുഗ്രഹമല്ല. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ലേ? എന്തോ ജീവിച്ചു പോകുന്നു, വരവും ചിലവും ഒക്കെ നടന്നു പോകുന്നു, എങ്ങനെയോ ജീവിച്ചു പോകുന്നു എന്ന് വിരസതയോടെ പറയുന്നില്ലേ? അങ്ങനെയല്ല. എങ്ങനെയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ദൈവം ഞങ്ങളെ നന്നായി നോക്കുന്നുണ്ട് ബ്രദർ, ഞങ്ങൾക്ക് എല്ലാ അനുഗ്രഹമുണ്ട്, ഒരു കുറവുമില്ല എന്ന് പറയുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ചിലർ മാത്രമേ അങ്ങനെ പറയൂ, എന്നാൽ മിക്കവരും അങ്ങനെ പോകുന്നു, ദൈവം എങ്ങനെയോ നടത്തുന്നു എന്ന് വളരെ വിരസതയോടെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്താണ് അങ്ങനെ പറയുന്നത്? നിങ്ങൾ എന്താണ് പറയേണ്ടത്? ദൈവം എന്നെ നന്നായി വെച്ചിരിക്കുന്നു, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു, സമൃദ്ധിയോടെ വെച്ചിരിക്കുന്നു എന്ന് പറയണമല്ലേ? അങ്ങനെയുള്ള ഒരു അനുഗ്രഹമാണ് ദൈവം തരാൻ ആഗ്രഹിക്കുന്നത്. ദൈവം നന്മ കൊണ്ട് നിന്റെ വായ്ക്ക് തൃപ്തി തരുന്നു. ദൈവം ഒരിക്കലും പകുതി തന്നിട്ട് അത് മതി പോ എന്ന് പറയുന്നവനല്ല. തൃപ്തിയോടെ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നവനാണ്. മതി ദൈവമേ എന്ന് പറയുന്ന വിധം. ആരോ വീട്ടിലേക്ക് വരുന്നു, വിശപ്പോടെയാണ് വരുന്നത്, അവർക്ക് ഭക്ഷണം കൊടുക്കണം. കുറച്ച് വിളമ്പിയിട്ട്, ശരി കഴിച്ചില്ലേ, ഇനി പൊയ്ക്കോ എന്ന് പറഞ്ഞയക്കുമോ? എന്റെ പാതി വയറേ നിറഞ്ഞിട്ടുള്ളൂ. അപ്പോഴേക്കും കഴിച്ചില്ലേ എന്ന് ചോദിച്ചാൽ, മതിയോ മതിയോ മതിയോ, പോരെ എന്ന് ചോദിച്ചാൽ എന്താകും? ശരിയല്ലേ? വേണോ കുറച്ചുകൂടി വിളമ്പട്ടെ എന്ന് ചോദിച്ചാൽ ശരിയെന്ന് പറയും. അപ്പോൾ നിങ്ങൾ മതി എന്ന് പറയത്തക്ക വിധത്തിൽ വിളമ്പിക്കൊണ്ടേയിരിക്കുമല്ലേ? അതാണ് സംതൃപ്തി. യേശുക്രിസ്തു 5 അപ്പവും 2 മീനും പങ്കിട്ടു കൊടുത്തപ്പോൾ അനേകായിരം ജനങ്ങളുണ്ടായിരുന്നു. പുരുഷന്മാർ മാത്രം 5000 എന്ന് പറഞ്ഞാൽ 10,000 15,000 ഉണ്ടായി കാണും, സ്ത്രീകളും കുട്ടികളും എല്ലാം ഉൾപ്പെടെ. യേശു അത് പങ്കിട്ടു കൊടുത്തു. എല്ലാവർക്കും തൃപ്തിയോടെ സംതൃപ്തരാകുന്നതുവരെ കൊടുത്തുകൊണ്ടേയിരുന്നു. എല്ലാവരും പറഞ്ഞു, മതി, ഞാൻ തൃപ്തിയോടെ കഴിച്ചു, ഇനി വേണ്ട, ഇനിയും കഴിക്കാൻ എനിക്ക് പറ്റില്ല. ദൈവവചനം പറയുന്നു, എല്ലാവരും തൃപ്തിയോടെ ഭക്ഷിക്കുന്നതുവരെ ദൈവം അനുഗ്രഹിച്ചുവെന്ന്, തൃപ്തിയാകുന്നതുവരെ കൊടുത്തു. നിനക്കിത്രയുള്ളൂ, ഇത് മതി, ഇനി ബാക്കിയുള്ളവർക്കും കൊടുക്കേണ്ട എന്ന് പറഞ്ഞില്ല. വേണോ? ഇനിയും തരട്ടെ, മീൻ വേണോ, റൊട്ടി വേണോ? എല്ലാവരും പറഞ്ഞു, മതി, ഇനി ഒന്നും വേണ്ട. അന്ന് വന്നവരെല്ലാം തൃപ്തിയായി ഭക്ഷിച്ച് ബാക്കിയുള്ളതെല്ലാം കൂടകളിൽ നിറച്ചു വെക്കേണ്ടതായി വന്നു. അതാണ് യേശു നിങ്ങളെ തൃപ്തിയോടെ അനുഗ്രഹിക്കുന്നു. നന്മ കൊണ്ട് നിന്റെ വായ്ക്ക് തൃപ്തി നൽകുന്നവൻ. നിങ്ങൾക്ക് തൃപ്തികരമായ അനുഗ്രഹം. ജോലി കിട്ടിയോ? ഏതോ ഒരു ജോലി ചെയ്യുന്നു എന്നല്ല പറയേണ്ടത്. എനിക്ക് ദൈവം നല്ല ജോലി തന്നിരിക്കുന്നു, നല്ല ശമ്പളം തന്നിരിക്കുന്നു, സന്തോഷത്തോടെ തന്നിരിക്കുന്നു. ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു? എന്തോ നടക്കുന്നു, കഷ്ടം, ജീവിച്ചു പോകുന്നു എന്നല്ല പറയേണ്ടത്. ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു, ബിസിനസ്സിൽ നല്ല അനുഗ്രഹം, ഞങ്ങളെ നന്നായി സംരക്ഷിക്കുന്നു എന്ന് നിങ്ങൾ തൃപ്തിയോടെ ഉത്തരം പറയണം. പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? പഠിക്കുന്നു, ആവറേജായി പഠിക്കുന്നു എന്നല്ല പറയേണ്ടത്. ദൈവം നല്ല കൃപയും ജ്ഞാനവും ഓർമ്മശക്തിയും തന്നിട്ടുണ്ട്, ഞാൻ നന്നായി പഠിക്കുന്നു, എക്സാം എഴുതുന്നു, സന്തോഷത്തോടെ ഇരിക്കുന്നുവെന്ന് തൃപ്തിയോടെ പറയണം. നിങ്ങൾ അങ്ങനെയാണോ ഉള്ളത്? എന്നാൽ ചിലർക്ക് എത്ര തൃപ്തിയോടെ കൊടുത്താലും ഞാൻ നന്നായിരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. അതെ, ചില കച്ചവടക്കാരോട് ചോദിച്ചാൽ, നന്നായിരിക്കുന്നോ, ബിസിനസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, തരക്കേടില്ല. നന്നായിരിക്കുന്നുവെന്ന് പറഞ്ഞാൽ ആശീർവാദം ഇല്ലാതാവൂ അത്രേ. ഇതാണ് ലോകത്തിലുള്ളവർ പറയാറ്. നിങ്ങൾ അങ്ങനെ ആവരുത്. യേശു നന്നായി നോക്കുന്നുണ്ട്, തൃപ്തികരമാണ് എന്ന് പറയണം. ഈ ലോകത്തുള്ളവരെ പോലെ അന്ധവിശ്വാസത്തിന് ഇടം കൊടുക്കരുത്. അതുകൊണ്ട് തരക്കേടില്ല എന്ന് പറയാം. എല്ലാവരും അങ്ങനെ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. 1-2 പേർ, ദൈവം ഞങ്ങളെ നല്ല നിലയിലാക്കിയിരിക്കുന്നു ബ്രദർ, സന്തോഷമായിരിക്കുന്നു, സകല അനുഗ്രഹങ്ങളും തന്നിരിക്കുന്നു എന്ന് പറയൂ. നിങ്ങൾ അങ്ങനെ പറയണം. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, കർത്താവ് ഞങ്ങളെ നന്നായി നോക്കുന്നുണ്ട്, ആശീർവാദമായിരിക്കുന്നു എന്ന് പറയണം. തൃപ്തിയുള്ള അനുഗ്രഹം തന്നിരിക്കുന്നു, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങൾ തരക്കേടില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തെ ദുഃഖിപ്പിക്കുന്നു എന്നാണ് അർത്ഥം. എത്ര ആശീർവദിച്ചാലും തരക്കേടില്ല എന്നല്ലേ പറയുന്നത്. അപ്പോൾ ദൈവം എത്ര നന്മ ചെയ്താലും എന്താ പ്രയോജനം? കണ്ടോ, തരക്കേടില്ലെന്ന് പറഞ്ഞാൽ കുറവുണ്ട് എന്നർത്ഥം. എന്നാൽ ദൈവം നന്നായി വെച്ചിരിക്കുന്നു, തൃപ്തിയോടെ നടത്തുന്നു എന്ന് പറഞ്ഞാൽ അതാണ് ദൈവത്തെ സന്തോഷിപ്പിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് പറയണം? എങ്ങനെയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, നന്നായിരിക്കുന്നു, യേശു എന്നെ നന്നായി നോക്കുന്നുണ്ട്, തൃപ്തിയുള്ള അനുഗ്രഹമുണ്ടെന്ന് പറയണം. അപ്പോൾ ദൈവം നിങ്ങളെ അതുപോലെ അനുഗ്രഹിക്കും. നിങ്ങൾ സ്വന്തം വാക്കുകളാലാണ് മോശമാകുന്നത്. വാക്കുകൾ കൊണ്ടാണ് അനുഗ്രഹത്തെ നഷ്ടപ്പെടുത്തുന്നത്. നിങ്ങൾ വിശ്വാസത്തോടു കൂടി പറയൂ, യേശു ഞങ്ങളെ നന്നായി നോക്കുന്നുണ്ട്, തൃപ്തിയോടെ നടത്തുന്നു, ആശീർവാദം തന്നിരിക്കുന്നു, ഒരു കുറവുമില്ല എന്നാണ് നിങ്ങൾ പറയേണ്ടത്. അത് കാണുമ്പോൾ യേശു പറയും, എന്റെ മക്കൾ എന്നിൽ വിശ്വാസമർപ്പിച്ചിരിക്കുന്നു, എന്റെ മകനും മകൾക്കും എന്റെ മേൽ എന്തുമാത്രം വിശ്വാസമുണ്ട്, ഒരു കുറവും അവർക്കുണ്ടാവരുതെന്ന് നിറഞ്ഞ ആശീർവാദം തരും. അതിനാൽ തൃപ്തിയോടെ അനുഗ്രഹിക്കുന്നതാണ് ദൈവത്തിനിഷ്ടം.
ഇതാ ഇത്രയേയുള്ളൂ, എല്ലാവർക്കും കുറേശ്ശെ കുറേശ്ശെ കൊടുക്കൂ. എനിക്കിട്ടില്ല, ബാക്കി വീട്ടിൽ ചെന്ന് കഴിച്ചോ എന്ന് യേശു പറയില്ല. അവർക്ക് തൃപ്തിയാകുന്നതുവരെ കൊടുക്കൂ. അവർ പോകുമ്പോൾ സംതൃപ്തിയോടെ പൂർണ്ണ സന്തോഷത്തോടുകൂടി പോകണം. കുറഞ്ഞുപോയി എന്ന് തിരിച്ചു പോകരുത്. അതാണ് ദൈവത്തിനിഷ്ടം. ദൈവം നിങ്ങളെയും അതുപോലെ അനുഗ്രഹിക്കാനാണ് ആഗ്രഹിക്കുന്നത്. സംതൃപ്തരായി, നിറഞ്ഞവരായി. നിങ്ങൾക്ക് എന്തിലാണ് കുറവുള്ളത് എങ്കിൽ പറയൂ, ദൈവമേ, അങ്ങനെ തൃപ്തിയാകുന്നതുവരെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ജീവിതത്തിൽ ഒരു കുറവുമുണ്ടാവരുത്. ഞാൻ തൃപ്തിയോടെ, സന്തോഷത്തോടെ, ദൈവം നിറഞ്ഞു കവിയത്തക്ക വിധത്തിൽ എനിക്ക് ആശീർവാദം തന്നിരിക്കുന്നു എന്ന് പറയണം. അങ്ങനെ എന്നെ ആശീർവദിക്കണേ എന്ന് ചോദിക്കൂ. ദൈവം ആശീർവദിക്കും. പറയൂ, ദൈവമേ, അങ്ങ് തൃപ്തരാക്കി നിറവുള്ള അനുഗ്രഹം തരുന്ന ദൈവമാകുന്നു. എന്നെയും ഞങ്ങളെയും എല്ലാ കാര്യങ്ങളെയും നിറവോടെ അനുഗ്രഹിച്ച് നിറഞ്ഞു കവിയുന്ന അനുഗ്രഹത്തോടെ സന്തോഷിപ്പിക്കുന്നു. ഞങ്ങളെ സന്തോഷത്തോടെയും നിറവുള്ളവരായും കാക്കുന്ന സ്നേഹത്തിന് സ്തോത്രം, സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ